ഹായ് ഫ്രണ്ട്സ്, പത്തരമാറ്റിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അനാമിക നന്ദുവും അനിയും തമ്മിൽ റിലേഷനിലാണെന്ന് കോടതിയിൽ തെളിയിക്കുകയാണ്. അതിനായി അവരൊരുമിച്ച് കറങ്ങാൻ പോയ വീഡിയോ ഒക്കെ അവള് കോടതിയിൽ ഹാജരാക്കുന്നുണ്ട്. ഈ തെളിവ് മാത്രം മതിയിടാ, നീ എന്നെ ചതിക്കുമായിരുന്നു എന്ന് കോടതിയിൽ തെളിയിക്കാൻ. അപ്പോൾ തന്നെ കോടതിയിൽ നിന്ന് എനിക്ക് നഷ്ടപരിഹാരം തരാനായി ഓർഡർ ഇട്ടോളൂ. പിന്നെ നിന്റെ മുത്തശ്ശനുണ്ടല്ലോ, മൂർത്തി എന്ന് പറഞ്ഞാൽ പരട്ടക്കളവൻ, അങ്ങേർക്ക് അത് തരാതിരിക്കാൻ ഒരു നിവൃത്തി ഉണ്ടാവില്ല. അങ്ങനെ കോടതിയിൽ വിധി വരുന്നതിന് മുമ്പേ ദേവയാനി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എനിക്ക് വേണ്ടി വാദിക്കാനായിട്ടാണ് ദേവയാനി വരുന്നത്. ദേവയാനി കോടതിയിൽ പറയുന്നുണ്ട്, അനിയും നന്ദുവും തമ്മിൽ റിലേഷനിലായിരിക്കാം, പക്ഷേ അതിന് കാരണക്കാരി അനാമിക തന്നെയാണ്. അവൾക്ക് വിവാഹത്തിന് മുമ്പ് തന്നെ പല കാമുകന്മാരുമായി ബന്ധമുണ്ടായിരുന്നു. അതിനുശേഷവും അവൾ അത് തുടർന്നുകൊണ്ടേയിരുന്നു. അതിനുള്ള തെളിവാണ് ഈ വീഡിയോ. ഭർത്താവിരിക്കെ മറ്റു പുരുഷന്മാരുമായി കറങ്ങി നടക്കുന്ന ഇവളെ പിന്നെ എങ്ങനെ സഹിക്കാനാണ്? ഇവൾക്ക് ഇതൊക്കെ പതിവാണ്. ഇവൾക്ക് ഇതൊക്കെ ആവും, പിന്നെ അത് അനിമോനും ആയിക്കൂടെ എന്നൊക്കെ വാദിക്കുകയാണ് ദേവയാനി. അങ്ങനെ രണ്ടുപേരുടെയും വാദം കേൾക്കുകയാണ് കോടതി. ഇവിടെ തെറ്റ് ചെയ്തിരിക്കുന്നത് അനി മാത്രമല്ല, അനാമികയും അതേ തെറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ രണ്ടുപേർക്കും ഡിവോഴ്സ് അനുവദിക്കുകയാണ് കോടതി. അതുപോലെ തന്നെ ഒരേപോലെ തെറ്റ് ചെയ്ത രണ്ടുപേർക്കും നഷ്ടപരിഹാരം കൊടുക്കേണ്ട കാര്യമില്ല എന്നും കോടതി വിധി വരികയാണ്. ഈ വിധി കേട്ട് നന്ദുവിനും എനിക്കൊക്കെ ഒരുപാട് സന്തോഷമായെങ്കിലും ആകപ്പാടെ തകർന്നിരിക്കുകയാണ് വേണു അനാമികയൊക്കെ. എടി, നിന്റെ വീട്ടിൽ വന്ന് ഞാൻ കാല് പിടിച്ച് പറഞ്ഞതല്ലേ ഈ കേസ് പിൻവലിക്കാൻ? അന്ന് നീ അതൊക്കെ കേട്ടോ? ഇപ്പോൾ കോടതി വിധി തന്നെ വന്നത് നീ കണ്ടോ? നിനക്ക് 1 രൂപ പോലും നഷ്ടപരിഹാരം തരേണ്ടതില്ലെന്ന്. ഈ ദേവയാനി ആരാണെന്ന് നിനക്കിപ്പം മനസ്സിലായോ എന്നൊക്കെ ദേവയാനി പറയുമ്പോൾ ഒന്നും മിണ്ടാൻ പറ്റാത്ത അവസ്ഥയിൽ നിൽക്കുകയാണ് വേണുവും രേവതിയൊക്കെ. അങ്ങനെ വേണു രേവതിയോട് പറയുന്നുണ്ട്, ഇനി നമ്മുടെ മകളുടെ ഭാവി എന്തായിരിക്കും രേവതി? ഒരു ചില്ലിക്കാശ് പോലും കോടതിയിൽ നിന്ന് കിട്ടില്ല എന്നല്ലേ വിധി വന്നേക്കുന്നത്. ഇനിയിപ്പോൾ അവര് നല്ല പെൺപിള്ളേരുമായിട്ടുള്ള ആലോചനകളൊക്കെ കൊണ്ടുവരും, നമ്മളോടുള്ള വാശി തീർക്കാൻ വേണ്ടി എത്രയും പെട്ടെന്ന് തന്നെ അനിയുടെ വിവാഹം നടത്താൻ എന്നിങ്ങനെ പറയുമ്പോൾ അനാമിക പറയുന്നുണ്ട്, അതിപ്പോ അനി ആരെ വേണേലും കിട്ടിക്കോട്ടെ അച്ഛാ, എന്നാലും ആ നന്ദോന്ന് പറയുന്നവളിലെ വിവാഹം കഴിക്കില്ലല്ലോ, എനിക്കത് മാത്രം മതി. പിന്നെ എൻ്റെ കല്യാണം, അത് ഞാനും ഷെബിനും ഉടനെ തന്നെ വിവാഹം കഴിക്കും. ഇതേസമയം അനാമികയ്ക്ക് ഷെബിന്റെ കോള് വരികയാണ്. എടി, നിന്നെ ഇനി ആർക്ക് വേണം? കോടതി വിധി എന്താന്നൊക്കെ ഞാൻ അറിഞ്ഞു. നിനക്ക് നഷ്ടപരിഹാരമായി കിട്ടുന്ന ആ കോടി, അതിലേക്കായിരുന്നു എൻ്റെ സ്നേഹം മുഴുവനും. ഇനിയിപ്പോ അതെന്തായാലും കിട്ടില്ല. അതുകൊണ്ട് നീ വേറെ ആരെങ്കിലും തപ്പിപ്പിടിച്ച് വിവാഹം കഴിക്കാൻ നോക്ക്. എനിക്ക് എന്തായാലും നിന്നേക്കാൾ നല്ല കാശുകാരി പെൺപിള്ളാരെ കിട്ടും എന്നൊക്കെ പറഞ്ഞ സ്റ്റെവിൻ ഫോൺ കട്ട് ചെയ്ത് പോവാണ്. അനാമിക അപ്പോൾ പറയുന്നുണ്ട്, എൻ്റെ ജീവിതം തകർന്നല്ലോ അച്ഛാ. ഈ സമയം കനക ഗോവിന്ദനോട് പറയുന്നുണ്ട്, ഗോവിന്ദേട്ടാ, എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് നന്ദൂട്ടൻ്റെ വിവാഹം നടത്തണം. അനാമികയുമായി അനുമോന്റെ വിവാഹ ബന്ധം വേർപ്പെടുത്തിയ സമയമാണ്. അതുകൊണ്ട് ആരും അറിയാതെ ഇവർ രണ്ടുപേരും കൂടെ പോയി താലി കെട്ടില്ലെന്ന് ആരറിഞ്ഞു? അതുകൊണ്ട് തന്നെ നമ്മളിനി ഈ വിവാഹത്തിന് താമസിക്കാൻ പാടില്ല ഗോവിന്ദേട്ടാ എന്നും പറഞ്ഞ് അവര് ഈ വിവാഹം അങ്ങ് ഫിക്സ് ചെയ്യുകയാണ്. ഇതറിഞ്ഞ് അനി നന്ദുവിനോട് ചോദിക്കുന്നുണ്ട്, എന്നെ അല്ലാതെ മറ്റാരെയും വിവാഹം കഴിക്കില്ല എന്ന് നീ പറഞ്ഞതല്ലേ, എന്നിട്ടിപ്പോ ആ സച്ചിയുമായിട്ടുള്ള വിവാഹത്തിന് നീ സമ്മതിച്ചോ? എടാ, ഞാൻ ഒരിക്കലും അത് സമ്മതിക്കില്ല. അമ്മ എൻ്റെ മുന്നിൽ ജീവൻ കൊടുക്കുമെന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ അതിന് സമ്മതിച്ചത്. അല്ലാതെ ഞാൻ നിന്നെ വേദനിപ്പിക്കില്ല, ഒരിക്കലും നിന്നെ മറക്കുകയില്ല. സിയയുമായിട്ടുള്ള എൻ്റെ ഈ വിവാഹം നടന്നാൽ പോലും ഞാൻ ഒരിക്കലും സന്തോഷത്തിലായിരിക്കില്ല. ഇത് എങ്ങനെയെങ്കിലും മുടക്കാൻ പറ്റുമെങ്കിൽ അത് ചെയ്യണം എന്നൊക്കെ ഇങ്ങനെ നന്ദു പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവുകയാണ്. ഈ സമയം ആദർശം നയനയും ജാനകി വിവാഹത്തിന് വേണ്ടി ക്ഷണിക്കുന്നുണ്ട്. നിർബന്ധമായും വരണമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ജാനകി പറയുന്നുണ്ട്, ഞാൻ എന്തായാലും ആ വിവാഹത്തിന് വരും, പക്ഷേ എൻ്റെ മകനെന്ന് പറയുന്നവനെ ആ മണ്ഡപത്തിൻ്റെ അരികിൽ പോലും വരാൻ ഞാൻ സമ്മതിക്കില്ല. കാരണം അനിയെ കെട്ടാൻ തക്കം പാർത്തിരിക്കുക നിന്റെ അനിയത്തി. നാളെ എന്തായാലും സിയയുമായിട്ടുള്ള വിവാഹം നടക്കുമല്ലോ, അത് നടക്കാൻ വേണ്ടി നേർച്ച വരെ നേർന്നിട്ടിരിക്കുകയാണ് ഞാൻ എന്നൊക്കെ പറയുകയാണ് ജാനകി. അതേസമയം കല്യാണൊരുക്കങ്ങളൊക്കെ നടക്കുമ്പോൾ നന്ദുവിൻ്റെ കല്യാണം കൂടാനായി വീട്ടിലേക്ക് വരികയാണ് നന്ദുവിൻ്റെ കൂട്ടുകാരി. ഇത് നന്ദൂട്ടൻ്റെ ഒരേ ഒരു കൂട്ടുകാരിയല്ലേ ഗോവിന്ദേട്ടാ? അറിയാലോ, ബാക്കിയെല്ലാം നന്ദൂട്ടന് ബോയ് ഫ്രണ്ട്സ് ആണല്ലോ ഉള്ളത് എന്ന് കനക പറയുമ്പോഴേക്കും നന്ദു അങ്ങോട്ടേക്ക് വരികയാണ്. കൂട്ടുകാരിയെ കൊണ്ടുവരണ്ടേ നന്ദു പറയുന്നുണ്ട്, എൻ്റെ കല്യാണത്തിനെങ്കിലും നിനക്ക് ഇങ്ങോട്ടേക്ക് വരാൻ തോന്നിയല്ലോ എന്ന് പറഞ്ഞ് നന്ദു അവളെ അകത്തേക്ക് വിളിച്ച് സ്വീകരിക്കുകയാണ്. ഞാൻ നിന്റെ കല്യാണത്തിന് വന്നു, നീ എൻ്റെ കല്യാണത്തിന് ക്ഷണിച്ചിട്ട് പോലും ഒന്നും വന്നില്ലല്ലോ. അപ്പം നന്ദു പറയുന്നുണ്ട്, അത് പിന്നെ എനിക്ക് ആ സമയത്തെ ട്രെയിനിങ്ങിലായിരുന്നു.
നീ ഒരു പോലീസുകാരനെയല്ലേ കിട്ടിയത്, അദ്ദേഹത്തിൻ്റെ ഒരു ഫോട്ടോ പോലും നീ എനിക്കിതുവരെ ഒന്നും അയച്ചു തന്നില്ലല്ലോ. ഇനിയെങ്കിലും നിന്റെ ഹസ്ബൻഡ് ആരാന്ന് നീ എനിക്കൊന്ന് കാണിച്ചതാ. നിന്റെ മാരേജ് ഫോട്ടോ എനിക്കൊന്ന് സെൻഡ് ചെയ്യുക. ശരി, കല്യാണത്തിന് വരാത്തതിലുള്ള പരാതിയൊക്കെ ഞാൻ മറന്നു. ഇതാണ് എൻ്റെ ഹസ്ബൻഡ് CA സച്ചിദാനന്ദൻ. നിന്നെ വിവാഹം കഴിക്കാൻ പോകുന്ന ആളുടെ ഫോട്ടോ ഉണ്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരുടെ വിവാഹ ഫോട്ടോ അവൾ നന്ദുവിന് അയച്ചു കൊടുക്കുകയാണ്. ആ ഫോട്ടോ കണ്ട് അത് സച്ചി തന്നെയാണെന്ന് അറിഞ്ഞ് ആകെ തകർന്നിരിക്കുകയാണ് നന്ദു. CA സാറിൻ്റെ വിവാഹം ഇതിനു മുമ്പ് നടന്നതായിരുന്നു, അതും എൻ്റെ കൂട്ടുകാരോടൊപ്പം. ഇതറിഞ്ഞ എൻ്റെ അമ്മ എങ്ങനെ സഹിക്കും? ഇവളെ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പറഞ്ഞയക്കുന്നതാണ് നല്ലത്. ഇവളുടെ ജീവിതവും നശിച്ചെന്നറിഞ്ഞ് ഇവൾക്കത് സഹിക്കാൻ പറ്റില്ല. അങ്ങനെ ഓരോ കള്ളം പറഞ്ഞ് അവൾ ആ കൂട്ടുകാരിയെ അവിടെ നിന്ന് പറഞ്ഞു വിടുന്നുണ്ട്. അതിനുശേഷം നന്ദു ആ വിവാഹ ഫോട്ടോയുമായി ആദർശിൻ്റെ അരികിലേക്കാണ് എത്തുന്നത്. അല്ല, എന്നാ നന്ദു ഈ സമയത്ത് എന്നെ കാണണമെന്ന് പറഞ്ഞത്? അത് പിന്നെ ആദർശേട്ടാ, ആ CI അയാളൊരു ഫ്രോഡാ. അയാളുടെ വിവാഹം നേരത്തെ കഴിഞ്ഞതാ. അയാൾ എൻ്റെ കൂട്ടുകാരിയാണ് വിവാഹം കഴിച്ചിരിക്കുന്നത്. ഇത് അയാളുടെ എത്രാമത്തെ കല്യാണമാണെന്ന് ദൈവത്തിന് മാത്രമേ അറിയൂ. ഇക്കാര്യം വീട്ടിൽ ഞാൻ പറഞ്ഞാൽ ആരും അത് മനസ്സിലാക്കില്ല ആദർശേട്ടാ. അയാളെ ഇവിടെ കൊണ്ടുവരണം. അതിന് അയാളെ കൊണ്ട് തന്നെ പറയിപ്പിക്കുകയും വേണം. അതിനെനിക്ക് ആദർശേട്ടൻ്റെ സഹായം വേണം ആദർശേട്ടാ എന്ന് പറഞ്ഞ് നന്ദു ആ ഫോട്ടോ ആദർശിന് കാണിച്ചു കൊടുക്കുകയാണ്. ആ സച്ചി എന്ന് പറയുന്നവൻ്റെ മുഖം എല്ലാവരുടെ മുന്നിലും വലിച്ചു കീറണം നന്ദു. പക്ഷേ എന്നാൽ അതിനു മുമ്പ് ഒരു കാര്യം ചെയ്തു തീർക്കാനുണ്ട് എന്നും പറഞ്ഞ് ആദർശ് നന്ദുവിനെയും കൂട്ടി ഒരു അമ്പലത്തിലേക്ക് പോവുകയാണ്. അവിടെ ചെന്ന് അനിയെ അങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തുന്നുമുണ്ട്. ആ CI ഫ്രോഡാണെന്ന് തെളിയിച്ചാലും അയാൾ ചതിയനാണെന്ന് പറഞ്ഞാലും നിന്റെ അമ്മയും നയനയൊക്കെ ഈ വിവാഹത്തിന് സമ്മതിക്കില്ല. അതിനു പകരം അവർ നന്ദുവിന് വേറെ ചെറുക്കന്മാരെ ആലോചിക്കുകയാണ് ചെയ്യുള്ളൂ. അതുകൊണ്ട് ഇപ്പം എൻ്റെ കയ്യിൽ ഇതേ ഉള്ളൊരു മാർഗം. ഒരു ഏട്ടൻ്റെ സ്ഥാനത്ത് നിന്ന് ഞാൻ നിങ്ങളുടെ വിവാഹം നടത്തിത്തരാം എന്നും പറഞ്ഞ് ആ താലിയെടുത്ത് ആദർശ് അനിയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. അനി സന്തോഷത്തോടെ അത് വാങ്ങി നന്ദുവിനെ താലി കെട്ടുന്നുണ്ട്. പിന്നീട് അവരും കൂട്ടി ആദർശ് അനന്തപുരിയിലേക്ക് കടന്നു വരികയാണ്. മുത്തശ്ശനും അജയേട്ടനും ഒക്കെ ഇത് കണ്ട് ഒരുപാട് സന്തോഷിക്കുകയാണ്. ദേവയാനെ നിലവിളക്ക് കൊടുത്ത് അവരെ സ്വീകരിക്കുന്നുണ്ട്. ഈ സമയം തന്നെ ജാനകി അങ്ങോട്ടേക്ക് വന്ന് ആ വിളക്ക് വാങ്ങി നിലത്തിടുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഇവളെ അകത്തേക്ക് സ്വീകരിക്കുകയാണെങ്കിൽ ഞാൻ അപ്പം തന്നെ മരിച്ചു വീഴും ദേവി ഏട്ടത്തി. പിന്നീട് ഇതൊരു മരണവീടായി മാറും. അതിനു മുമ്പ് ഇവളെ ഇറക്കി വിടാൻ നോക്ക് എന്നൊക്കെ ജാനകി പറയുന്നുണ്ട്. ദേവയാനി പറയുകയാണ്, എന്നത്തെ പോലെ ഇത് ജാനകി വെറുതെ പറയുന്നതല്ല. തൽക്കാലം നിങ്ങളിപ്പോൾ നന്ദുവിൻ്റെ വീട്ടിലേക്ക് പോകുന്നതാണ് നല്ലത്. തൽക്കാലം കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞ് ജാനകിയെ മനസ്സിലാക്കട്ടെ. അതിനുശേഷം അവൾ തന്നെ വന്ന് നിങ്ങളെ രണ്ടുപേരെയും വിളിക്കാനായി നന്ദുവിൻ്റെ വീട്ടിലേക്ക് വന്നോളും എന്നൊക്കെ പറഞ്ഞ് ജയേട്ടൻ അവരെ പറഞ്ഞ് വിടുകയാണ്. അങ്ങനെ തിരിച്ച് അവർ കനകയുടെ വീട്ടിലേക്ക് എത്തുന്നുണ്ട്. വാതിലിൽ മുട്ടുമ്പോൾ വാതിൽ തുറക്കുന്ന കനക ആ കാഴ്ച കണ്ട് ഞെട്ടിപ്പോവാണ്. കനക പറയുന്നുണ്ട്, ഗോവിന്ദേട്ട, ഞാൻ പണ്ട് കണ്ട സ്വപ്നം അത് യാഥാർത്ഥ്യമായിരിക്കുകയാണ്. ഇനി ഞാൻ നാളെ സച്ചിമോനോട് എന്ത് പറയും? എടി ഒരുമ്പെട്ടവളെ, ഈ കുടുംബത്തിന് നാണം കെടുത്തിയപ്പോൾ നിനക്ക് സമാധാനമായോ? നിന്നെ രണ്ടിനെ ഈ പടി ഞാൻ ചവിട്ടിക്കില്ല, ഇറങ്ങി പൊക്കോ ഇങ്ങോട്ടാന്ന് വെച്ചാ എന്നൊക്കെ പറഞ്ഞ് കനക നന്ദുനായിട്ട് അടിക്കുകയാണ്. ആ സമയത്ത് അനി വന്നിട്ട്, അമ്മ അവളെ തല്ലരുത്. ഞാൻ നന്ദുവിൻ്റെ കഴുത്തിൽ താലി കെട്ടിയെന്നുള്ളത് അമ്മയുടെ മുമ്പിൽ ഒരു തെറ്റായിട്ട് വരാം. എന്നാൽ അതിനെക്കാട്ടും വലിയ ഫ്രോഡാണ്, ചതിയനുമാണ് ആ CI. ആ CIയുടെ വിവാഹം നേരത്തെ ഒന്ന് കഴിഞ്ഞതാണ്. അതുമാത്രമല്ല അയാൾക്ക് വേറെയും ഒത്തിരി കാമുകന്മാരുണ്ടെന്നാണ് എനിക്കറിയാൻ സാധിച്ചത്. ഇതവരുടെ മാരേജ് ഫോട്ടോയാണ്, ദേ നന്ദുവിൻ്റെ മുമ്പിലുണ്ട് എന്ന് പറയുകയാണ് അനി. അപ്പം കനക പറയുന്നുണ്ട്, എനിക്കൊരു ഫോട്ടോയും കാണണ്ട. ഇന്നത്തെ കാലത്ത് ഇങ്ങനെയൊരു ഫോട്ടോ ഉണ്ടാക്കിയെടുക്കാനാണോടാ താമസം? ആരൊക്കെ എന്തൊക്കെ ഫോട്ടോ കാണിച്ചാലും ഞാൻ അതൊന്നും വിശ്വസിക്കാൻ പോകുന്നില്ല. ഞാൻ ഒരിക്കലും എൻ്റെ സച്ചിമോനെ അവിശ്വസിക്കുകയില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ് കനക. ഈ സമയത്ത് ആദർശ് അങ്ങോട്ടേക്ക് സച്ചിയെ കൊണ്ട് വരുന്നുണ്ട്. സച്ചിയുടെ കരണത്തെ രണ്ട് പൊട്ടിച്ച് അവനെ കൊണ്ട് സത്യം പറയിപ്പിക്കാൻ നോക്കുകയാണ് ആദർശ്. സച്ചി വിവാഹം ചെയ്തിരിക്കുന്നത് വേറെ ആരെയല്ല, അത് നന്ദുവിൻ്റെ കൂട്ടുകാരിയാണ്. ഇവന് എത്ര പെൺകുട്ടികളുടെ ജീവിതമാണ് തകർത്തിരിക്കുന്നത്. ഓരോ വീട്ടിലും ചെന്ന് ഇവൻ നല്ലവനായി നടിച്ച്, എന്നാൽ CIയുമാണല്ലോ അന്തും പറഞ്ഞ് പല പെൺകുട്ടികളെ വിവാഹം കഴിക്കലാണ് ഇവൻ്റെ സ്ഥിരം പരിപാടി എന്ന് ആദർശ് പറയുമ്പോൾ തല്ലുകൊണ്ട് സൈയിട്ട് കനകയുടെ മുമ്പിൽ സത്യങ്ങളൊക്കെ തുറന്നു പറയുകയാണ് CI. ആദർശ് പറഞ്ഞതെല്ലാം സത്യമാണമ്മേ. ഞാൻ പല വീടുകളിലും ചെന്ന് കല്യാണം ആലോചിച്ചിട്ടുണ്ട്. അതിൽ പലതിനെ വിവാഹം കഴിച്ചിട്ടുമുണ്ട്. എന്നാൽ എൻ്റെ മനസ്സിൽ ഇപ്പോൾ നന്ദു മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാ പെൺകുട്ടികളെയും ഞാൻ എപ്പോഴും ഉപേക്ഷിച്ച് കഴിഞ്ഞു എന്നിങ്ങനെ പറയുമ്പോഴേക്കും കനക സച്ചിയുടെ കരണത്ത് മാറി മാറി അടിക്കുന്നുണ്ടായിരുന്നു. എടാ ചതിയ, ഒരുപാട് പെൺകുട്ടികളെ സ്നേഹിച്ച്
വഞ്ചിച്ച നിനക്ക് എൻ്റെ മോള് തരാൻ ഇല്ലടാ. എൻ്റെ മോൾക്ക് വേറെ നല്ല പയ്യനെ കിട്ടാഞ്ഞിട്ടാണോ? എൻ്റെ മോൾക്ക് ചേരുന്ന പയ്യൻ ഈ അനി തന്നെയാണ്. അതെനിക്ക് ബോധ്യപ്പെട്ടടാ. എന്തായാലും നിന്നെപ്പോലെയൊന്നുള്ള ഫ്രോഡിനെ ഈ വീടിൻ്റെ പരിസരത്ത് പോലും കയറ്റാൻ പാടില്ല. ഇറങ്ങിപ്പോടാ ഇവിടുന്ന് എന്നൊക്കെ പറഞ്ഞ് ആട്ടി ഓടിക്കുകയാണ് കനക. നയന ആദർശനോട് പറയുന്നുണ്ട്, എന്തായാലും ആദർശേട്ടൻ ചെയ്തത് വലിയ തെറ്റായിപ്പോയി. എന്നോട് ഒരു വാക്കുപോലും പറയാതല്ലേ ഏട്ടൻ അനിയുടെ കല്യാണം നടത്തിയത്. ഇനിയിപ്പോൾ അനിയുടെ അമ്മ എന്നെ ആയിരിക്കും കുറ്റം പറയാൻ പോകുന്നത്. ഇതിൻ്റെ പേരിൽ എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തുള്ളൂ. ഇനി ഞാൻ എങ്ങനെ ആ വീട്ടിലേക്ക് ചെല്ലും എന്നിങ്ങനെ പറയുകയാണ് നയന. അപ്പം ആദർശ് പറയുന്നുണ്ട്, അതിനെ ഇളയമ്മയുടെ സ്വഭാവം നിനക്കറിയാമെന്നല്ലേ നയനെ. പിന്നെ നിന്റെ സമ്മതം കിട്ടിയിട്ട് നന്ദുവിൻ്റെയും അനിയുടെ വിവാഹം ഒരു കാലത്ത് നടത്താൻ പറ്റില്ല. അതുകൊണ്ടാണ് നിന്നെ അറിയിക്കാതെ ഞാൻ ഒറ്റയ്ക്ക് നടത്തിയത്. പിന്നെ ഇതിൻ്റെ പേരിൽ എന്തുണ്ടായാലും അത് ഞാൻ ചെറിയമ്മയെ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. എന്നാലും സാരമില്ല, ഇനിയെങ്കിലും ഇവർ രണ്ടുപേരും ഒരുമിച്ച് ജീവിച്ചോട്ടെ എന്നിങ്ങനെ ആദർശ് പറയുമ്പോഴേക്കും കനക നിലവിളക്കുമായി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അങ്ങനെ ഒരുപാട് സന്തോഷത്തോടെ അവരെ രണ്ടുപേരെയും വിളക്ക് കൊടുത്ത് അകത്തേക്ക് സ്വീകരിക്കുന്നുണ്ട്. ഈ വിവരം അറിഞ്ഞ് മുത്തശ്ശനും മുത്തശ്ശിയും ഒരുപാട് സന്തോഷിക്കുന്നുണ്ട്. മുത്തശ്ശൻ പറയുന്നുണ്ട്, അജയ, ജാനകിയെ തിരുത്തേണ്ടതെന്ന് ഞങ്ങളല്ല, നീയാണ്. പിന്നെ അനിമോൻ താമസിക്കേണ്ടത് അവിടെയല്ല, ഇവിടെയാണ്, ഈ അനന്തപുരി തറവാട്ടിൽ. അവൻ താമസിക്കേണ്ടത് ഗോവിന്ദന്റെ വീട്ടിലല്ല, ഇവിടെയാണ്. അതുകൊണ്ട് നാളെ തന്നെ ഞാനും വസുന്ധരയും കൂടെ പോയി അവരെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വരാൻ പോവാണ്. അതിന് ഈ ജാനകി എതിർത്താൽ എങ്ങനെ നേരിടണമെന്ന് എനിക്കറിയാം. 3 ബ്രാഞ്ച് നോക്കി നടത്തുന്നവനാണ് നിന്റെ മകൻ. അവൻ അതുകൊണ്ട് തന്നെ ഈ തറവാട്ടിൽ തന്നെ കാണും. അതിനെതിരായി നിന്റെ ഭാര്യ നിന്നാൽ എന്താ ഉണ്ടാകാൻ പോവാന്ന് നിനക്കറിയാലോ. അതുകൊണ്ട് നീ നിന്റെ ഭാര്യയെ നിലയ്ക്ക് നിർത്ത്. അപ്പം അജയൻ പറയുന്നുണ്ട്, അതൊക്കെ എനിക്കറിയാച്ചാ. നിങ്ങൾ ധൈര്യമായിട്ട് പോയി അനിയെ നന്ദുവിനെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് പോരെ എന്നിങ്ങനെ അജയനും പറയുന്നുണ്ട്.